ആഗ്രഹിച്ച ജീവിതം കിട്ടും സ്വർഗത്തിൽ. സഹോദരങ്ങളെ, ഇവിടെ നല്ലൊരു ദാമ്പത്യം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. രോഗിയായ ഭാര്യയെ എന്നും എഴുന്നേറ്റ് കുളിപ്പിച്ച് ചെറിയ കുട്ടിയെ പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ച് അവൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്ത് ഭക്ഷണം മുന്നിൽ വെച്ചു കൊടുത്ത് ജോലിക്കിറങ്ങിപ്പോയെന്ന ഭർത്താവ്, അങ്ങനെയുള്ള ഭർത്താക്കന്മാർ നമ്മളെ കൂട്ടത്തിലില്ലേ? പലരും പറഞ്ഞു വേറൊരു കല്യാണം നോക്കിക്കൂടെ? അല്ല, ഓള് എൻ്റെ ജീവനല്ലേ, ഓള് കൂടെ ഒരു നല്ല ദാമ്പത്യം വേണ്ടേ? സഹോദരങ്ങളെ, നമുക്ക് ജീവിച്ച് കൊതി തീരുന്നതിൻ്റെ മുമ്പ് പിരിഞ്ഞുപോയ ഉപ്പാനെ നമുക്ക് തിരിച്ച് കാണണ്ടേ? താലോലിച്ച് കൊതി തീരും മുമ്പ് കൈവിട്ടുപോയ മക്കളെ കാണണ്ടേ? നമുക്കൊരു നോക്കുകൂടി. കഷ്ടപ്പാടില്ലാത്ത, ജനിച്ചത് മുതൽ വേദനയാണ് ശരീരത്തിൽ, കഷ്ടപ്പാടില്ലാത്ത വേദനിക്കാത്ത ഒരു ജീവിതം വേണ്ടേ നമുക്ക്? ഓടി ഓടി കഷ്ടപ്പെട്ടിട്ടും തീരാത്ത കടബാധ്യതകളില്ലാത്ത ഒരു ജീവിതം വേണ്ടേ? ആഗ്രഹിച്ച എന്തെല്ലാം കാര്യങ്ങൾ സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, തിരിച്ചു പിടിക്കണ്ടേ നമുക്ക് നമ്മുടെ ആ സ്വപ്നങ്ങളെ? നമുക്കൊന്ന് സുഖിച്ച് ജീവിക്കണ്ടേ? കഷ്ടതകളില്ലാത്ത, വിശപ്പറിയാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, കഷ്ടപ്പാടുകളില്ലാത്ത, വേദനകളില്ലാത്ത, കണ്ണിനീറനണിയിക്കുന്ന, മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന വേദനകളില്ലാത്ത ഒരു ജീവിതം. പൊന്നുപ്പച്ചിയുടെ കൂടെ അല്ലേ, സ്നേഹിച്ച് കഴിയും മുമ്പ് നമ്മൾ വിട്ടുപോയ ഉപ്പാൻ്റെ കൂടെ ഒരു ജീവിതം വേണ്ടേ നമുക്ക്? നിക്കാഹ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് 2-3 മാസം ആയപ്പോഴേക്ക് അള്ള തിരിച്ചു വിളിച്ചു, അവളുടെ കൂടെ ഒരു ജീവിതം വേണ്ടേ നമുക്ക്? അള്ള പറയാ, ലഹും മാ യശാഊന ഫീഹാ, ആഗ്രഹിച്ചത് ഞാൻ കൊടുക്കും അവർക്ക്, ആഗ്രഹിച്ചത് കൊടുക്കും, ചോദിച്ചത് മുഴുവൻ തരും പടച്ചോൻ. എന്തേ പറഞ്ഞുള്ളൂ അറിയോ? ഈ റമദാനിൽ ഇപ്പം നമ്മൾ ജീവിച്ചൊരു ജീവിതമല്ലേ, അത് നിലനിർത്തിയാൽ മതി. ആർക്കു വേണ്ടിയല്ല, പടച്ചോന് വേണ്ടി തിന്മകളെ വെടിയാൻ, പടച്ചോന് വേണ്ടി നന്മകൾ ചെയ്യാൻ, അള്ളാഹ്ക്ക് വേണ്ടി ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ.